ഹായ് ഗഡീസ്, വെൽക്കം ബാക്ക് ടു ട്രക്കി സ്റ്റോറീസ്. അപ്പോൾ പുണ്യാളൻ സ്വന്തം പുണ്യാളൻ കണ്ടിട്ട് വന്നേക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സിനിമയാണ്. ട്രെയിലറൊക്കെ കണ്ടിട്ടുള്ളവർക്ക് സിനിമയുടെ ഏകദേശ രൂപം എന്തായാലും ട്രെയിലറിൽ തന്നെ നമുക്ക് വ്യക്തമാവും. പിന്നെ ഇതിൽ അവർ ഒരു 2-3 ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കൊണ്ടിട്ടുണ്ട്. അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പോയിന്റിൽ ക്ലൈമാക്സിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയൊരു തണുത്ത മട്ടിൽ പോയി നമുക്ക് ചെറിയൊരു ബോർഡൊക്കെ വരുമ്പോൾ നമ്മുടെ നായകന്റെ എൻട്രി ഉണ്ട്, അർജുൻ അശോകന്റെ. അവിടെ തൊട്ട് പടം നല്ല ഓണാവും. അപ്പോൾ ടെക്നിക്കൽ സൈഡ് ആയിരുന്നു നമുക്ക് നോക്കാം, അതിനുശേഷം സിനിമയിലേക്ക് വരാം. ഡയറക്റ്റഡ് ബൈ മഹേഷ് മധു. പുള്ളിയുടെ ഫസ്റ്റത്തെ സിനിമ എന്ന് തോന്നുന്നുണ്ട്. കിടിലനായിട്ടുണ്ട്. നല്ല വർക്കാണ്, നല്ല രസമുണ്ട്. കുറെ ഈ പള്ളി, അതുപോലെ ഒരു കുന്നും പ്രദേശം, മൂന്നാറൊക്കെ പോലെ ഒരു സ്ഥലം, അവിടെയുള്ള ഒരു പഴയ കാലത്ത് ഒരു പള്ളി, ഈ സീനൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര രസമുള്ള ഫ്രെയിംസ് ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ട് ക്യാമറമാൻ രണദീവ് അതുപോലെ ഡയറക്ടർക്കും സാധിച്ചിട്ടുണ്ട്. റിട്ടൺ ബൈ സംജി എം ആന്റണി. നല്ല സ്ക്രിപ്റ്റാണ്. ഒരുപാട് വലിയ ഭയങ്കര ത്രില്ലർ എന്നോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സംഭവം ഒന്നല്ല. നമ്മുടെ അടിക്കപ്പേര് കൂട്ടമണി പോലെ തന്നെ ആ ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ ആ ഒരു സെയിം കോൺസെപ്റ്റില് ഒരു പെൺകുട്ടി അറിയാതെ വന്ന് കയറാണ് ഒരു കുഞ്ഞച്ചന്റെ റൂമിലേക്ക് പള്ളിയിൽ. സോ അതുകൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള അത് വലിയൊരു ഇഷ്യൂ തന്നെയാണ് അല്ലേ. നമുക്ക് ആലോചിക്കുമ്പോൾ അറിയാം, ഒരു പള്ളിയിൽ അച്ഛന്റെ റൂമിൽ അന്യായ സ്ത്രീ പ്രവേശിക്കുക അല്ലെങ്കിൽ അവിടെ ലോക്കാവാന്നുള്ള ഒരു സിറ്റുവേഷൻ ട്രെയിലർ കണ്ടൊക്കെ മനസ്സിലാവും. അപ്പൊ അതിന്മേയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യണത്. പള്ളിയിലച്ഛനെ കുഞ്ഞച്ഛനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ബാലു വർഗീസ് ആണ്. അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ, അതായത് അച്ഛൻ, ഒരു കുഞ്ഞച്ഛൻ എങ്ങനെയായിരിക്കും. നമുക്കിപ്പോ ഇവിടെ എന്റെ ഫ്രണ്ട്സ് 2-3 പേര് അച്ഛന്മാരുള്ളതാണ്. സെയിം ആസ് അവരുടെ അതേ മീറ്റർ പിടിച്ചിട്ടുള്ള അഭിനയം കിട്ടില്ല പരിപാടിയുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാലു വർഗീസിന്റെ. അതുപോലെ കൂടെ നിന്ന് കട്ടയ്ക്ക് അഭിനയിച്ച ആളാണ് അനശ്വര. അനശ്വരയുടെ പടം ഇന്നലെയും കൂടി ഇറങ്ങിയപ്പോൾ ഒരുപാട് സിനിമകൾ പുള്ളിക്കാരുടെ ഇറങ്ങാനുണ്ട്. അടിപൊളി തന്നെയാണ്. അനശ്വരയുടെ അഭിനയത്തിനെ പറ്റി അല്ലെങ്കിൽ കഴിവിനെ പറ്റി നമ്മളൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം മുന്നേ തെളിയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഇതിലും കിട്ടിയിട്ടുണ്ട്. ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ ഒരു കിട്ടിലും പെർഫോമൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് സ്പോയിലർ അലേർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പടത്തിന്റെ ബാക്കി ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ആക്ടേഴ്സ് പറയാനാണെങ്കിൽ തീരെ ഒരു താല്പര്യമില്ലായ്മ തോന്നിയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് രഞ്ജി പണിക്കറുടെ ക്യാരക്ടറാണ്. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു അച്ഛന്റെ വേഷമാണ്. ഈ ഡോക്യുമെന്ററി ഒക്കെ എടുത്ത് ആ ഒരു ലെവലിൽ നടക്കുന്ന ഒരാള് ഭയങ്കര അരോചകമായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ. നമ്മളിതുപോലെ അതായത് ടോർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു അച്ഛനൊക്കെ നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. ഇതൊരു അയാളുടെ ഡയലോഗ് ഡെലിവറിയുടെ പ്രശ്നമാണോ അതുകൊണ്ടൊന്നും അറിയില്ല. അത് തീരെ വർക്കായിട്ടില്ല ആ ഒരു ക്യാരക്ടർ. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. മ്യൂസിക് ബൈ സാം സി എസ് നല്ല പണിയെടുത്തിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു പടം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇതില് ഒരു ഹാഫ് ടൈമിന് ശേഷം, അർജുൻ അശോകന്റെ എൻട്രിക്ക് ശേഷം സിനിമയുടെ ലെവൽ അങ്ങോട്ട് മാറുന്നുണ്ട്. ആ ഒരു തണുത്ത മട്ടിന്ന് പടം ഒന്ന് അപ്ലിഫ്റ്റ് ആവുന്നുണ്ട്. അവിടെ തൊട്ട് ആ മീറ്ററിൽ പിടിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫുള്ള് കിട്ടില്ല പരിപാടിയാണ്. 2 പാട്ടുണ്ട്. ആ പാട്ടും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ എങ്ങനെ പോയാലും മലയാള സിനിമയ്ക്ക് 2024 പോലെ തന്നെ 2025 തുടക്കം അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സിനിമകളും ഇതുപോലെ തന്നെ എല്ലാവർക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിട്ട് സാധിക്കട്ടെ. ഈ സിനിമയെ പറ്റി അധികം പറയുന്നില്ല, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് മുന്നേറുന്ന ഒരു കിടില സിനിമ തന്നെയാണ് സ്വന്തം പുണ്യാളൻ. സോ ബൈ ഫ്രം ട്രക്കി സ്റ്റോറീസ്.